ശാരികേ എൻ ശാരികേ മാതളപ്പൂ പോലൊരു മാനസം ഞാൻ ഇന്നു കണ്ടു. മാതളപ്പൂ പോലൊരു മാനസം ഞാൻ ഇന്നു കണ്ടു. ആരും കാണാതെ പൂച്ചൂടി ഞാൻ ഇന്നു പാടി. ശാരികേ എൻ ശാരികേ. ഞാനൊരു ഗാനമായി വീണ പാടും ഈണമായി. ഞാനൊരു ഗാനമായി വീണ പാടും ഈണമായി. സ്നേഹമാകും പൂച്ചൂടി ദേവതയായി. ശാരികേ എൻ ശാരികേ. മാതളപ്പൂ പോലൊരു മാനസം ഞാൻ ഇന്നു കണ്ടു. മാതളപ്പൂ പോലൊരു മാനസം ഞാൻ ഇന്നു കണ്ടു. ആരും കാണാതെ പൂച്ചൂടി ഞാൻ ഇന്നു പാടി. ശാരികേ എൻ ശാരികേ. ഡ്യുവറ്റ് എന്ന ഈ പ്രോഗ്രാമിലൂടെ സലീൽ ചൗധരി സാഹിബിൻ്റെ ഈ മനോഹരമായൊരു ക്രിയേഷൻ നിങ്ങളുടെ മുന്നിൽ പാടാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എന്തായാലും ഇന്നത്തെ ഡ്യുവറ്റിൻ്റെ എപ്പിസോഡിൽ നമുക്ക് അതിഥിയായി വരുന്നത് നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഗായകനാണ്. അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് എൻ്റെ സ്വന്തം സഹോദരനെ പോലെയാണ്. നമ്മളെല്ലാവരും നെഞ്ചിലേറ്റിയ ഒരു ഗായകനാണ്. ഒരുപാട് സന്തോഷത്തോടെ ഒരുപാട് സ്നേഹത്തോടെ ഡ്യുവറ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മളെല്ലാവരും ഇക്ക എന്ന് സ്നേഹത്തോടെ വിളിക്കുന്ന ശ്രീ അഫ്സൽ ഇസ്മായിൽ. ഇക്ക, വെൽക്കം ടു ഡ്യുവറ്റ്. ഇക്ക ഇങ്ങനെ ഒരു ഫോർമലായിട്ടുള്ളൊരു സ്വാഗതത്തിൻ്റെ ഒന്നും ആവശ്യമില്ലാന്ന് എനിക്കറിയാം. പക്ഷെ എന്നാലും ഇത് പ്രോഗ്രാമിൻ്റെ ഒരു പ്രോട്ടോക്കോളായിപ്പോയി, അതുകൊണ്ട് വേറെ നിവൃത്തിയൊന്നുമില്ല. വളരെ സന്തോഷം ഡ്യുവറ്റിൽ വരാൻ സാധിച്ചതിൽ. പ്രത്യേകിച്ച് ജോത്സ്ന ചെയ്യുന്ന പ്രോഗ്രാം എന്ന് പറയുമ്പോൾ ഒരു സന്തോഷം തന്നെയാണ്. താങ്ക് യു ഇക്ക. എനിക്കും ഇക്കാനെ ഗസ്റ്റായിട്ട് കിട്ടിയല്ലോ. ഇക്കാനൊന്നും ഗസ്റ്റ് എന്നൊന്നും ഒരിക്കലും വിശേഷിപ്പിക്കാൻ പറ്റില്ല. എനിക്ക് എൻ്റെ സ്വന്തം ചേട്ടനാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ഗസ്റ്റ് എന്ന് വിളിക്കുന്നതിൽ അർത്ഥമില്ല. എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ഓൺ ഡ്യുവറ്റ്. എന്തൊക്കെയാണ് ഇക്കാൻ്റെ പുതിയ വിശേഷങ്ങൾ? പുതിയ വിശേഷങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ പ്രോഗ്രാംസ്, പാട്ടുകൾ, ഇതൊക്കെ തന്നെ നമ്മുടെ പുതിയ വിഷയങ്ങൾ. മ്യൂസിക് തന്നെയല്ല നമ്മുടെ അല്ലേ ലൈഫ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ വന്ന് പാടുന്നതും അതിൻ്റെ ഒരു ഭാഗമാണ് ശരിക്കും അല്ലേ. ഡ്യുവറ്റിൽ ചിന്നുവിൻ്റെ കൂടെ ചിന്നു എന്ന് വിളിക്കണ ഞങ്ങൾ അങ്ങനെ വിളിക്കണോണ്ടാണ്. ഒരു കുഴപ്പമില്ല, എനിക്ക് അങ്ങനെ വിളിക്കുന്നത് ഇഷ്ടം. കാരണം പലരും ഈ ജോത്സ്ന എന്ന് വിളിക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം പിന്നെ പലരും പിന്നെ ഒന്നിലെ ജോന്നാക്കും, അല്ലെങ്കിൽ പിന്നെ ചിന്നുന്നാക്കും. അതാകുമ്പോൾ എല്ലാവർക്കും എളുപ്പമാണല്ലോ. എനിക്ക് തോന്നുന്നു ജോത്സ്ന എനിക്ക് +1 പഠിക്കുമ്പോൾ തൊട്ട് ഞാൻ കാണേ, അതായത് സുഖമാണ് ഇതിലാവ് പാടി ആ സമയത്ത് അന്നോട്ട് നമ്മൾ പരിചയപ്പെട്ട് ഇന്നും അല്ലേ, അതൊരു വലിയൊരു അത്ഭുതം എനിക്ക് എപ്പോഴും പലപ്പോഴും ഫീൽ ചെയ്യും. ശരിക്കും അപ്പൊ തൊട്ട് നമ്മുടെ റിലേഷൻഷിപ്പ് ശരിക്കും ഇങ്ങനെ ഗ്രോ ചെയ്ത് വന്നിട്ടുള്ള നമ്മുടെ വളർച്ചകളും എല്ലാം പരസ്പരം കണ്ടിട്ടുണ്ട്. ചിന്നു പാടുന്ന പാട്ടുകൾ കേൾക്കുന്നു, ഞാൻ പാടുമ്പോൾ പിന്നെ ഞങ്ങൾ ഒന്നിച്ച് പാടുന്നു, പ്രോഗ്രാംസ് ചെയ്യുന്നു. അത് ശരിക്കും നമ്മുടെ ലൈഫിലെ ഓരോ നല്ല ഭാഗത്ത് ഉണ്ടായിരുന്ന സമയങ്ങളാണ്. തീർച്ചയായിട്ടും. ഇക്കാനെ ആദ്യം നമ്മൾ പരിചയപ്പെട്ടത് വെള്ളിത്തിരയുടെ ട്രാക്ക് പാടാനായിട്ട് അല്ലേ, അൽഫോൻസേട്ടൻ്റെ പാട്ട് പാടാനായിട്ട് വന്നപ്പോൾ ആദ്യമായിട്ട്. അപ്പോൾ എന്തായാലും ഐ എം സോ ഗ്ലാഡ് ടു അസോസിയേറ്റ് വിത്ത് യു ഇക്ക. ശരിക്കും ഭയങ്കര സന്തോഷമുണ്ട് എനിക്ക്. അപ്പോൾ പരസ്പരം പുകഴ്ത്തിയത് നമുക്ക് നിർത്താം. എന്തായാലും
അഫ്സൽ ഖാൻ്റെ കാര്യം പറയുമ്പോൾ തീർച്ചയായിട്ടും അഫ്സൽ ഖായുടെ ഒരു വലിയൊരു സംഗീത പാരമ്പര്യം തന്നെ അഫ്സൽ ഖയ്ക്ക് ഉണ്ട്. അഫ്സൽ ഖായുടെ കുടുംബത്തിൽ എല്ലാവരും പാട്ട് പാടുന്നവരാണ്, അതേപോലെ പാട്ട് ആസ്വദിക്കുന്നവരാണ്. അപ്പോൾ എനിക്കറിയാം കാര്യങ്ങളെല്ലാം, പക്ഷെ എന്നാലും നമ്മുടെ പ്രേക്ഷകർക്കൊക്കെ അറിയണമെന്നൊരു ആഗ്രഹം ഉണ്ടാകും. ഇക്കാൻ്റെ ഒരു മ്യൂസിക്കിനോടുള്ള ടേസ്റ്റ് തീർച്ചയായിട്ടും ഇക്കാൻ്റെ വാപ്പച്ചിയുടെ കിട്ടിയതാണ്. പാരമ്പര്യമാണ് ശരിക്കും. വാപ്പച്ചിയുടെ മദറും മ്യൂസിക് അങ്ങനെ ആ ഒരു ഇതാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാനൊക്കെ കേട്ടത് മ്യൂസിക് കേട്ടുന്നത് ഫാദറിൻ്റെ സംഗീതത്തിലൂടെ തന്നെ നമ്മളൊക്കെ വന്നിരിക്കുന്നത്. എൻ്റെ മൂത്ത ബ്രദേഴ്സ് അവരൊക്കെ നല്ല സിംഗേഴ്സൊക്കെ തന്നെയായിരുന്നു. പക്ഷേ അന്ന് ഓപ്പർച്യൂണിറ്റീസ് ഒന്നും ഇല്ലാതെ പോയതുകൊണ്ട് അവർക്കൊന്നും ഇപ്പോഴും എൻ്റെ മൂത്ത ബ്രദറൊക്കെ പാടുന്നത് കേൾക്കുമ്പോൾ ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. അവരൊക്കെ ഇപ്പോഴും മനോഹരമായിട്ട് പാടുന്നത് കേൾക്കുമ്പോൾ. പക്ഷേ അതൊക്കെ അനുഭവിക്കാനും അതൊക്കെ പുറത്ത് പാടാനൊക്കെ ഉള്ള അവസരം എനിക്കൊക്കെയാണ് അത് വന്നിരുന്നത്. പക്ഷേ അതിലൊക്കെ അവർ വളരെയധികം സന്തോഷിക്കുന്നുണ്ട്, വളരെ ഇപ്പോഴും പ്രോത്സാഹനം തരുന്നുണ്ട്. പഴയ പാട്ടുകളുടെയൊക്കെ കുറേ സപ്പോർട്ട്, അതിൻ്റെ കാര്യങ്ങളൊക്കെ എൻ്റെ ബ്രദേഴ്സ് എല്ലാവരും പറഞ്ഞു തരാറുണ്ട്. അപ്പോൾ ഇക്കൊക്കെ ഓർമ്മയുണ്ടോ പണ്ട് വാപ്ചിയുള്ള സമയത്ത് വാപ്ചി കമ്പോസ് ചെയ്യുന്നത്? പിന്നെ തീർച്ചയായിട്ടും അതൊക്കെ കേട്ടുകൊണ്ടാണ് വളർന്നിരിക്കുന്നത്. അപ്പോൾ പണ്ട് എനിക്ക് തോന്നുന്നു 75 കാലഘട്ടം എന്നൊക്കെ ഞാൻ ചെറുതാണ്, എനിക്ക് 1 വയസ്സൊക്കെ കാണുള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ അന്ന് തൊട്ടേ പുള്ളി കമ്പോസ് ചെയ്യുന്ന പാട്ടുകളൊക്കെ കേൾക്കാറുണ്ട്. പിന്നെ അത് അന്നത്തെ കാലഘട്ടത്തിൽ അതൊരു ഓഡിയോ കാസറ്റ് ആക്കാനുള്ള ബുദ്ധിമുട്ടുകൾ, അന്ന് സ്റ്റുഡിയോസൊന്നുമില്ല, ഒരു വീട്ടിൻ്റെ ഉള്ളിൽ അങ്ങനെയൊക്കെ ഉള്ള ഒരു കാലഘട്ടങ്ങളായിരുന്നു അത്. അപ്പോൾ അന്ന് ഈ പറഞ്ഞ ഒരു വാപ്ചി കമ്പോസ് ചെയ്ത പാട്ടുകളൊക്കെ ഇങ്ങനെ മനസ്സിലെപ്പോഴും ഉണ്ടാകാറുണ്ട്. അത് ഓൾ ഇന്ത്യ റേഡിയോയിൽ 79 വന്ന് പിന്നെ അതിനുശേഷം റെക്കോർഡ്, അങ്ങനെയൊക്കെ മ്യൂസിക്കിന് വളരെയധികം ഇമ്പോർട്ടൻസ് എൻ്റെ ഫാദർ കൊടുത്തിരുന്നു. ഇപ്പം ഞാനാണെങ്കിൽ പോലും ഞാനൊരു 16 വയസ്സിൽ ഗാനമേളക്ക് ഇറങ്ങി പാടാൻ തുടങ്ങി. അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ പാടാൻ തുടങ്ങുമ്പോഴും മറ്റുള്ള വേറെ വീടുകളിലൊക്കെ ആണെങ്കിൽ പറയും എനിക്ക് വേറെ പണിയൊന്നുമില്ലേ സംഗീതം എന്ന് പറയുമ്പോൾ. പക്ഷേ എൻ്റെ വാപ്ചി എന്ന് പറഞ്ഞാൽ വളരെയധികം സപ്പോർട്ടിങ് ആയിരുന്നു. ഇപ്പം ഞാൻ എവിടെയെങ്കിലും പ്രോഗ്രാം കണ്ട അവനെ ഇന്ന സ്ഥലത്ത് പ്രോഗ്രാമിന് പോണേ, അപ്പോൾ അങ്ങനെയുള്ളൊരു സപ്പോർട്ട് അത് അതെ അതെ തീർച്ചയായും. അപ്പോൾ ആ ഒരു സപ്പോർട്ടും അവരുടെയൊക്കെ ഒരു കുരുത്തൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇപ്പോഴും ഇവിടെയൊക്കെ ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നതിന്. തീർച്ചയായിട്ടും. അപ്പം എനിക്കൊരു ഡ്യുവറ്റിലെ എപ്പിസോഡ് തുടങ്ങാനായിട്ട് ഏറ്റവും ഉത്തമം വാപ്ചിയുടെ ഒരു കോമ്പോസിഷൻ, ഒരു പാട്ട്. ഓക്കെ, തീർച്ചയായിട്ടും. കബാമന്ദിര വാതിൽ കലണയും ദുൽഹജ്ജ് മാസമേ വന്നാലും തൗബയിൽ മുങ്ങിയ കൽബുകളഖിലം സംസമിൽ കഴുകി തുടച്ചാലും സംസമിൽ കഴുകി തുടച്ചാലും
സംസ്കാരത്തിൻ ആദിമ കേന്ദ്രമിത് പാവന ഭക്തി തൻ പരിശുദ്ധ ഗേഹം. കറുത്തവരില്ല വെളുത്തവരില്ല, ദേശങ്ങൾ ഭാഷകളില്ല. ഇവിടെ സുൽത്താനും തെരുവിൻ്റെ പുത്രനും ആദമിൻ സന്തതി മാത്രം. ആദമിൻ സന്തതി മാത്രം. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക്, ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്. ആഹാ, ശരിക്കും കാക്ക അഭിമാനിക്കാം. കാക്ക ഇത്രയും കഴിവുള്ള, ഇത്രയും സംഗീതത്തിനെക്കുറിച്ച് ജ്ഞാനമുള്ള ഒരു വാപ്ചിയാണ് ഇക്കാൻ്റെ വാപ്ചി എന്ന് ആലോചിക്കുമ്പോൾ ശരിക്കും അഭിമാനിക്കാം.